ഇന്നൊരു വെള്ളക്കടല വെച്ചിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ്. വെള്ളക്കടല ആദ്യം തന്നെ ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാനിലേക്ക് എണ്ണയൊഴിച്ച് സവാള അരിഞ്ഞതും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചച്ചുയ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും ഏതൊരു കറിയിലായാലും അതൊന്ന് വഴറ്റി ആ പച്ചച്ചുയൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മാത്രമേ ബാക്കി സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കാവൂ, അല്ലെങ്കിൽ ആ ഒരു കറിക്ക് വേണ്ട രുചി ഉണ്ടാവില്ല. അതിനുശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തക്കാളിയൊക്കെ ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു അരപ്പ് കൂടി തയ്യാറാക്കാനുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒരു വെളുത്തുള്ളി, ചെറിയ 1-2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1-2 ഏലക്ക, ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം പട്ട, അണ്ടിപ്പരിപ്പ് കുതിർക്കണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ അങ്ങ് ചേർത്താലും മതി. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല, കുറച്ച് തേങ്ങ ചിരകിയത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകവും പെരിഞ്ജീരകവുമാണ്. രണ്ടും ഒരേ അളവിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ അടച്ചു വെച്ച പാനിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്കും അരപ്പ് റെഡിയായത് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. ഏതൊരു കറിയിലും കറക്റ്റ് അളവിൽ ഉപ്പുണ്ടായാൽ മാത്രമേ ആ ഒരു കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. പറ്റുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറേ സമയം തിളച്ചൊക്കെ എടുക്കണ്ടേ, അപ്പോഴത്തേക്കും ആ ഒരു തേങ്ങയൊക്കെ തിളച്ച് മറിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫ് ചെയ്യണം. തേങ്ങയൊക്കെ ഇട്ട് അരച്ച് ആ അരപ്പിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി കറി റെഡിയായേ. ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ.